എന്താ വെച്ചാല് ഞാൻ ഇപ്പൊ ഏകദേശത്തിൽ പോകലാണെങ്കിൽ ഒരു 2-2.5 കൊല്ലത്തിന്റെ മേലേക്കാണ്. ഇപ്പൊ ഏകദേശം ഞാൻ എന്റെ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു കൊല്ലമായിട്ടുള്ളൂ. ഇപ്പൊ തന്നെ അടിയില് ഏകദേശം 2 വട്ടം ഫുള്ള് മെയിൻ്റെനൻസും മറ്റുള്ള കാര്യങ്ങളും ഷോക്ക് അബ്സറും ഒക്കെ വരുന്നുണ്ട്. ഒരു റോഡല്ലേ കിടക്കണത്. ഡെയിലി നമുക്ക് പാസിങ്ങുള്ള റോഡാണ്, ബൈപ്പാസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കണതാണ് അല്ലേ. അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ, അധികാരികളുടെ അടുത്തും വരികയാണെങ്കിൽ ഏറ്റവും നന്നായി. വണ്ടൂർ പഞ്ചായത്തിലെ അമ്പലപ്പടി ബൈപ്പാസിൻ്റെ വളരെ ശോചനീയമായ അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ നാട്ടുകാരിവിടെ ഇന്ന് ഒത്തുചേർന്നിട്ടുള്ളത്. ഒരുപാട് തവണകളായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ഒരുപാട് കണ്ടിരിക്കും. കാരണം ഈ അമ്പലപ്പടി ബൈപ്പാസ് റോഡ് എന്ന് പറയുന്നത് ഈ വണ്ടൂരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട റോഡിലൊന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ വീതി കുറവുള്ള തിരക്ക് കൂടിയ റോഡാണ് വണ്ടൂർ മഞ്ചേരി റോഡ്. അപ്പോൾ ആ മഞ്ചേരി റോഡിലേക്കുള്ള തിരക്ക് കുറയ്ക്കുന്നതിനും അതുപോലെ VMC ഹയർ സെക്കൻഡറി സ്കൂള്, ഗേൾസ് സ്കൂള്, ഓട്ടൺ സ്കൂള്, ഗുരുകുലം സ്കൂള്, AE ഓഫീസ്, DE ഓഫീസ്, ട്രഷറി തുടങ്ങിയ അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനം ചേതന ഹോസ്പിറ്റൽ, ക്യാൻസർ സെൻറ്റർ, ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കെല്ലാം പോവാൻ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബൈപ്പാസ് റോഡാണിത്. ഈ റോഡ് ഈ അവസ്ഥയിലായിട്ട് കാലങ്ങളായി. അപ്പോൾ ഇതിൻ്റെ പണി ഇന്ന് നടക്കും നാളെ നടക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാ തരത്തിലും ഉദ്യോഗസ്ഥർ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിന് AE ഓഫീസിൽ AEനോട്, പഞ്ചായത്ത് AEനോട് ചോദിച്ചാൽ പഞ്ചായത്ത് AEക്ക് കൃത്യമായിട്ട് മറുപടിയില്ല. പഞ്ചായത്ത് സെക്രട്ടറിനോട് ചോദിച്ചാൽ സെക്രട്ടറിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അതുപോലെ തന്നെ ബ്ലോക്കിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ബ്ലോക്കിലെ പ്രസിഡന്റിനോ അതുപോലെ ബാക്കിയുള്ള ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പൊ പറയുന്നത് ഇത് ജില്ലാ പഞ്ചായത്ത് ചെയ്യേണ്ടതാണ്, ആയിരിക്കാം. ജില്ലാ പഞ്ചായത്തിലേക്ക് ഇത് 50 ലക്ഷം രൂപ ഈ റോഡിന് പാസ്സായി എന്ന് പറഞ്ഞിട്ട് CPMന്റെ ആളുകള് ഇവിടെ സർക്കാർ പാസ്സാക്കി എന്നുള്ള ബോർഡും, അതുപോലെ തന്നെ MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അല്ലെങ്കിൽ MLA പാസ്സാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡുകൾ ഇതാ ഇപ്പൊ കാണാനല്ല. ഈ ഇലക്ഷന്റെ സമയത്ത് എടുത്ത് ഇപ്പൊ ഒരു 10-20 ദിവസത്തിനുള്ളിൽ എടുത്തു മാറ്റിയ ബോർഡുകളാണ്. ഒരു 6 മാസത്തോളമായിട്ട് ഇവിടെ തുടർച്ചയായിട്ട് ഈ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. ഗ്രാമീണ പദ്ധതിയിൽ ഉൾപ്പെട്ട ബോർഡാണ്, MLA കൊണ്ടുവന്ന പൈസയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 1,15 ലക്ഷം രൂപ ഈ റോഡിന് വേണ്ടി പാസ്സാക്കി എന്നാ പറഞ്ഞത്. അതിലിപ്പോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ സ്ഥലങ്ങളിൽ ഓവുചാലിന്റെ നിർമ്മാണം കണ്ടു, അതുപോലെ തന്നെ കൾവട്ടറും നമ്മൾ നിർമ്മിച്ചത് കണ്ടു. അതും 45 ലക്ഷം രൂപ ഫണ്ട് വെച്ച് ചെയ്തതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ 2 ഭാഗങ്ങളും പൂർണ്ണമായിട്ട് ചെയ്തിട്ടില്ല. 2 ഭാഗങ്ങളും പൂർണ്ണമായിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് വേറെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം, പല ഭാഗങ്ങളിലും അവിടെ ഇവിടെയായിട്ട് കുറെ ഓവുചാല് നിർമ്മിച്ച് അതിന് കുറെ കൾവട്ടർ ഉണ്ടാക്കി വെച്ചു എന്നല്ലാതെ അടിസ്ഥാനമായിട്ട് ഒരു റോഡിന് വേണ്ട യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാതെ, കൃത്യമായി സർവേ ചെയ്യാതെ, റോഡിന്റെ വീതി പൂർണ്ണമായി ഉൾക്കൊള്ളാതെ വെറുതെ രീതിയിലുള്ള ഒരു പണി മാത്രമാണ് ഇപ്പൊ ഇവിടെ നിലവിൽ നടക്കുന്നില്ല. പണി നടക്കുന്നേ ഇല്ല. ഇപ്പതാ കുറച്ചു ദിവസം മുന്നേ കൊണ്ടുവന്നിട്ട് അവിടെ മുതൽ ഇതാ ഇവിടം വരെ കുറെ മണ്ണടിച്ചിട്ടു. ഇതെന്തിനാണ് മണ്ണടിച്ചത്, എന്താണ് മണ്ണടിച്ചത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ധാരണയില്ല. ഇപ്പൊ ഇതിന്റെ പൊടി വാറിയിട്ട് ഇത് കൂടെ വാഹനങ്ങൾ പോകുന്നതും ആളുകൾക്ക് നടക്കുന്നതിനൊക്കെ ദുസ്സഹായി തീർന്നു. കുട്ടികൾ പരീക്ഷയ്ക്ക് പോണ റോഡാണ് ഈ റോഡ്. ഇവിടെ മുതൽ അവിടം വരെ എടുത്തു നോക്കിയാൽ വളരെ വീതി കുറഞ്ഞ് ശുഷ്കമായിട്ടുള്ള ഒരു റോഡാണ്. കാലങ്ങളായിട്ട് എത്രയോ കാലങ്ങളായിട്ട് മുഴുവൻ അധികാരികളോടും നമ്മൾ എല്ലാവരോടും നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പഞ്ചായത്താണെങ്കിലും മറ്റേ സർക്കാരിൻ്റെ ഭാരവാഹികളാണെങ്കിലും ഒക്കെ നിരന്തരം ഉപയോഗിക്കുന്ന റോഡായിട്ട് പോലും ഇവരാരും ഈ റോഡിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും ഇതാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഈ 2 മാസം കൂടി കഴിഞ്ഞാൽ മഴ തുടങ്ങാൻ പോവാണ്. മഴ തുടങ്ങി അല്ലെങ്കിൽ കഴിഞ്ഞ മഴയ്ക്ക് തൊട്ട് മുന്നെയാണ് ഈ റോഡ് നന്നാക്കിയത്. അതായത് ഒരു 1.5 കൊല്ലമായിട്ടേ ഉള്ളൂ ഈ റോഡ് ഏകദേശം പൈസ വെച്ച് നന്നാക്കിയത്. റോഡ് നന്നാക്കി 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ റോഡ് കംപ്ലീറ്റ് ആയിട്ട് റോഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ആ കുണ്ടും കുഴിയിൽ കൂടെ ചാടിക്കൊടിച്ചിട്ടാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാതെ ഇത് പറഞ്ഞാൽ എന്തെങ്കിലും ന്യായങ്ങളും പറഞ്ഞിട്ട് അവിടെ ഇവിടെയും എന്തെങ്കിലും കുറച്ച് പണിയായിട്ടാണ് വരും. ആദ്യമേ ഞങ്ങൾ പറഞ്ഞതായിരുന്നു, ഞങ്ങൾ എന്ന് അന്വേഷിച്ചപ്പോൾ 50 ലക്ഷം റുപ്യ പാസ്സാക്കിയപ്പോൾ 50 ലക്ഷം AEനോട് ഞങ്ങൾ നേരിട്ട് പോയി ചോദിച്ചു. പഞ്ചായത്തിൽ AEനോട് ചോദിച്ചാണ് 50 ലക്ഷം കൊണ്ട് ആ റോഡ് കാലാകാലം ഉപയോഗിക്കാൻ പറ്റുന്ന വൃത്തിയുള്ള റോഡാവുമോ എന്ന് ചോദിച്ചാണ്. അന്ന് AE തന്ന മറുപടി 50 ലക്ഷം കൊണ്ട് ആ റോഡിന്റെ പണി വൃത്തിയായി ചെയ്യാൻ സാധിക്കില്ല എന്നും 1 കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ താഴ്ന്ന സ്ഥലങ്ങൾ ഉയർത്തി അതിൽ കട്ട പതിച്ച് റോഡ് ഒരു തരത്തിലും കേടുവരാത്ത കുറച്ചു കാലത്തേക്കെങ്കിലും ഉപയോഗയുക്തമായ രീതിയിലുള്ള റോഡായി മാറുകയുള്ളൂ എന്നും കൃത്യമായി പറഞ്ഞതാണ്.
അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഇതിനുള്ള പ്ലാനും കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറാക്കി ബ്ലോക്കിലേക്ക് കൊടുത്ത് അവിടുന്ന് ജില്ലാ പഞ്ചായത്തിൽ കൊടുത്ത് ജില്ലാ പഞ്ചായത്ത് കളക്ടർക്ക് കൊടുത്ത് കളക്ടർ മുഖാന്തരം സാധനം അതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെയാണല്ലോ ആ രീതിയിൽ പോകണം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ സാധനം കൊടുത്തത് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ 1 മിനിറ്റ് മുന്നേ പഞ്ചായത്തിലെ ബ്ലോക്കിലെ എയിനോട് ഇപ്പോൾ സംസാരിച്ചാണ് അവർ എക്സിനോട് സംസാരിച്ചാണ്. അവർ നമ്മളോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ 1-ാം മാസത്തിലാണ് അവർ ജില്ലാ പഞ്ചായത്തിലേക്ക് എസ്റ്റിമേറ്റ് കൊടുത്തത്. അവർക്ക് അപ്പോഴാണ് പഞ്ചായത്തിൽ നിന്നും എസ്റ്റിമേറ്റ് കിട്ടിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് കൊടുത്തത് എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ നോക്കിയറിയാം കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിച്ച എന്നാണ്. ആ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നതിൽ കഴിഞ്ഞതിന് മുന്നത്തെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചാണ് ഈ റോഡിന്റെ ബഡ്ജറ്റ്. അന്ന് തയ്യാറാക്കേണ്ട പ്ലാന് ഏകദേശം 6 മാസത്തോളം വലിച്ചു നീട്ടി ഏറ്റവും അവസാന ഘട്ടത്തിൽ ഈ 50 ലക്ഷം കൊണ്ട് സാധാരണ ചെയ്യാവുന്ന ഒരു 50 ലക്ഷത്തിൽ കൊണ്ട് ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് പറയാം 1.5 മാസം കൊണ്ട് ഈ റോഡ് പൊട്ടുന്നു. അപ്പൊ അത്തരത്തിലുള്ള റോഡ് ചെറിയ പൈസയ്ക്ക് പണിയെടുത്ത് തീർക്കാം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ട് ആ എസ്റ്റിമേറ്റ് കൊടുക്കാതെ വൈകിപ്പിച്ച് അവസാന ഘട്ടത്തിലുള്ള പൈസനെ കൊണ്ട് ചെയ്യട്ടെ, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ റോഡ് ഉള്ളതൊന്ന് നേരേക്ക് കിട്ടട്ടെ എന്ന കാഴ്ചപ്പാടിക്ക് ജനങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രം ഉപയോഗിക്കുകയാണെന്നുള്ളത് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. അത് ഇന്ന് സത്യത്തിൽ സത്യമായി തീർന്നു. ഇത്തരത്തില് വളരെ മോശപ്പെട്ടിട്ടാണ് ഉദ്യോഗസ്ഥരാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇതിന്റെ ഭരണം കൈയാളുന്ന ആളുകളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും വളരെ മോശപ്പെട്ട രീതിയിലാണ് പല റോഡുകളുടെ അവസ്ഥ. അതാണെങ്കിൽ കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ റോഡല്ലേ വലുത്, ആ റോഡിന്റെ അവസ്ഥ ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ്. ഈ ജനങ്ങൾ മുഴുവൻ കാലാകാലം ഇതിന്റെ പിന്നാലെ നടക്കുകയാണ്. ഇവിടുത്തെ ഭരണാധികാരികളോട് പറയേണ്ട യാതൊരു പുല്ല് വില പോലും ഈ അമ്പലപ്പടിയിലെ നാട്ടുകാർക്ക് കൊടുക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ വിഭാഗമാണെങ്കിലും അതുപോലെ രാഷ്ട്രീയക്കാരാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഇതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ല എന്നാണ് ഇതിലൂടെ. അടുത്തതായി ഞങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് എന്താ വെച്ചാൽ ഈ റോഡിന്റെ വീതിയെ കുറിച്ചാണ്. ഒരു റോഡ് പണി ഏറ്റവും കൃത്യമായ രീതിയിൽ സർക്കാർ നിന്ന് ഫണ്ട് പാസ്സാക്കി ബഡ്ജറ്റ് വെച്ചെടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ സർവേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. താലൂക്കിൽ സർവേക്ക് കൊടുത്തിട്ട് താലൂക്ക് സർവേയർ വന്നിട്ട് അളന്നിട്ട് താലൂക്ക് സർവേയർ വന്നിട്ടുണ്ട് 3-4 ആൾക്കാർക്ക് നോട്ടീസും കൊടുത്ത് അയാൾ ഒരു ദിവസം വെറുതെ വന്ന് അളന്നിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് റോഡിന്റെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 4 മാസമായി. അത് കഴിഞ്ഞ് ഇതേവരെ സർവേക്ക് ആൾ വന്നിട്ടില്ല. ഒരു റോഡിന്റെ സർവേക്ക് കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി അത് ക്ലിയർ ചെയ്ത് പോയാൽ മാത്രമേ ചിലപ്പോൾ 2-3 ദിവസം എടുക്കേണ്ടി വരും. അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല റോഡിന്റെ അടുത്ത പണി നടക്കുള്ളൂ. ആ സംഭവത്തിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളുമില്ല. ഇപ്പൊ ഇവിടെ വീതി നോക്കൂ, ഇതിന് ഏകദേശം 12.6 മീറ്റർ ആണ് ഇതിന്റെ വീതി വരേണ്ടത്. ഇതിന്റെ വീതി വരേണ്ടത് ആ വീതി വരുന്നിടത്ത് പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായ വീതികളാണ്. ഇപ്പൊ ഇവിടെ എത്തിയപ്പോഴേക്കും ഇതിന്റെ ആദ്യത്തെ ഓവുചാല് നോക്കി നോക്കൂ, ഇത് കൂടിയാണ് ഓവുചാല് പോണത്. ഈ വീതി എത്രയുള്ളത് 9 ഉള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ഇതല്ല വീതി, ഇതിന്റെ അപ്പുറത്ത് കൂടിയാണ് റോഡിന്റെ വീതി പോകേണ്ടത്. ഇന്ന് അതിനെ കുറിച്ച് ചോദിച്ചപ്പോ ഇത് ഈ മരത്തിന്റെ അപ്പുറത്ത് കൂടെ എന്ന് പറഞ്ഞു ഒരു തരത്തിലും ഒരു ലോജിക്കോ ഒരു കൃത്യമായ കാഴ്ചപ്പാടോ ഇല്ലാത്ത എന്തൊക്കെയോ ആണ് ഇതിന്റെ അധികാരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പണിക്കാർ വന്നത് നിങ്ങൾ നേരത്തെ ഷൂട്ട് ചെയ്ത് ആ സാധനം കാണാം. അവിടെ വന്നിട്ട് ഇപ്പൊ നമ്മൾ പറയുന്നത് തെറ്റാണ്, നമ്മൾ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിന് തെളിവല്ലേ, അത് JCB വന്ന് വാന്തിയതാണതേ. അതായത് ഈ റോഡിന്റെ വീതി കൃത്യമായിട്ട് അപ്പൊ ഞങ്ങൾ ഇത് മാന്തിയ സമയത്ത് ഞങ്ങൾ തടുത്തു. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്താ ഇവിടെ മാന്തുന്നത്. അപ്പൊ പറഞ്ഞ എന്താ വെച്ചാൽ വന്നിട്ട് എയിനെ വിളിച്ചു. ഞാനാണ് എയിനെ വിളിച്ചപ്പോൾ പറഞ്ഞ എന്താ പറയുക ഞാൻ അളന്നു കൊടുത്താൽ എയ്ക്ക്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ടാപ്പ് ഇട്ടിട്ട് അളന്നു നോക്കിയപ്പോൾ ഇതിന്റെ അപ്പുറത്താണ് എയിന്റെ ടാപ്പും ഞങ്ങളുടെ ടാപ്പും രണ്ടും രണ്ടാ. അല്ല അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഈ വണ്ടൂർ പഞ്ചായത്തിന്റെ എയിനോടാണ് ചോദിക്കുന്നത്. എയിന്റെ ടാപ്പും ഞങ്ങൾ അളക്കുന്ന ടാപ്പും രണ്ടും രണ്ടാണോ? അങ്ങനെയാണെങ്കിൽ എയിനോട് അളന്ന ടാപ്പ് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ എയ്ക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഈ പണി എടുക്കുമ്പോഴൊന്നും പലപ്പോഴായിട്ട് വിപിൻ എന്ന് പറഞ്ഞ സൂപ്പർവൈസർ പലപ്പോഴായിട്ട് ഇവിടെ കാണാറുണ്ട്. വേറൊരു മനുഷ്യൻ ഈ പണിയായിട്ട് ബന്ധപ്പെട്ട് കാണാറില്ല. ഏറ്റവും കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി ഒന്നാമത് ഇത്രയും പ്രശ്നങ്ങൾ വരുന്ന റോഡാകുമ്പോൾ അതിൻ്റെ ഒരു ശ്രദ്ധയെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കൊടുക്കണ്ടേ. ഇത് കഴിഞ്ഞ് 2-3 ദിവസം മുന്നേ ഞങ്ങൾ സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ സെക്രട്ടറി ഇത് കൂടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അതേപോലെ ഇതിന്റെ വാർഡ് മെമ്പർമാരെ എയിനെ സൂപ്പർവൈസറെ എല്ലാവരെയും കൊണ്ടുവന്ന് ഇതിന്റെ കൃത്യമായ പ്ലാനിങ് എങ്ങനെയാണ് ഇപ്പോൾ പഞ്ചായത്തിൽ നിലവിലുള്ളത് എന്നുള്ളത് ചോദിക്കാമെന്ന് പറഞ്ഞതാണ്. ഇതുവരെ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ധാരണയില്ല. തോന്നിയ സ്ഥലത്ത് തോന്നിയ രീതിയിൽ മാന്തിയിട്ട് പോവുകയാണ്. അപ്പൊ ഇതിന്റെ കൃത്യമായിട്ട് വീതിയും അളവൊന്നും ഇല്ലേ ഒരു റോഡിന്? അതൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇന്ന് ആ കാലഘട്ടത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. അപ്പോൾ കൃത്യമായി അളന്ന് കൃത്യമായ റോഡിലൂടെ ഡ്രൈനേജ് കൊടുത്ത് വൃത്തിയുള്ള റോഡുകൾ ഉണ്ടാവണം എന്നാണ് എല്ലാ സർക്കാരുകളും പറയുകയും ചെയ്യുന്നത്, ആഗ്രഹിക്കുകയും ചെയ്യുന്നത്, ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനം ഇവിടെ നടത്തിയേ പറ്റൂ. അത് നടത്തിയിട്ട് മതി ഇവിടെ റോഡ് എന്നാണ് ഈ നാട്ടിലെ തീരുമാനം, ഈ നാട്ടിലെ ജനങ്ങളുടെ തീരുമാനം. അതിനോട് എല്ലാ ആളുകളും യോജിപ്പാണ്. അങ്ങനെ നടത്താൻ പറ്റുന്ന സമയത്ത് മാത്രം ഇവർ നടത്തിയാൽ മതി. അതിന് എത്രത്തോളം കാലതാമസം വെച്ചിട്ട് അവർ കൊണ്ടുപോകും എന്നുള്ളൊരു നോട്ടത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ കാത്തിരിക്കുന്നത്. ഇവരെല്ലാവരും വോട്ട് ചോദിച്ചിട്ട് വരുമല്ലോ. അപ്പോൾ ബാക്കി പറയാം. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എന്നീ പേജുകൾ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക.